पवित्र सभा में प्रभु का नाम महिमा करने के लिए प्रभु यहाँ पर मुझे लेकर आया, इसलिए मैं प्रभु को शुक्रगुजार हूँ. ഈ സായാഹ്ന സമയത്തിൽ കർത്താവിന്റെ വിശുദ്ധ നാമത്തെ അവന്റെ സന്നിധിയിൽ ഉയർത്തുവാൻ ഇടയായി എന്നെയും കർത്താവ് ഇവിടെ കൂട്ടിവരുത്തിയതിനാൽ ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. मेरे आंसू देखने वाला यीशु, कांटों के रास्ते में जब मैं चलूं, मेरे आंसू देखने वाला यीशु, कांटों के रास्ते में जब मैं चलूं, रोता हूँ मैं अपने तन्हाई में, रोता हूँ मैं अपनी तन्हाई में, तसल्ली देता अपने वचन से, तसल्ली देता अपने वायदों से. संकट के आंसू से इस दिन पुकारा, यीशु ने छुड़ाया सहारा बना. संकट के आंसू से इस दिन पुकारा, यीशु ने छुड़ाया सहारा बना. माता के समान अपने प्यारे हाथों से गले लगाकर मेरे आंसू पोंछे, माता के समान अपने प्यारे हाथों से गले लगाकर मेरे आंसू पोंछे. प्रभु का नाम की स्तुति हो. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. मेरे गवाही इस गीत के अंदर रहती है. എന്റെ സാക്ഷ്യം ഈ ഗാനത്തിന്റെ ഈ വരികളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. गेत्सेमनी बागीचा में यीशु मसीह ने उसके लहू के साथ जो आंसू को बहाया, उसके द्वारा मैं छुड़ाया गया हूँ, आपके बीच में खड़ा हूँ. ഗെത്സമനെ തോട്ടത്തിൽ യേശു തന്റെ രക്തം വിയർപ്പ് തുള്ളിയായി ഊറ്റുവാൻ ഇടയായി തീർന്നു. അതിന്റെ അനന്തരഫലമായി ഇന്ന് ഞാനും നിങ്ങളുടെ മധ്യത്തിൽ ഇവിടെ നിൽക്കുന്നു. यीशु का आंसू के द्वारा मेरे जीवन का आंसू को प्रभु बदला, आपके बीच में एक जिंदा गवाही होके प्रभु खड़ा किया है. യേശുവിന്റെ കണ്ണുനീര് നിമിത്തം എന്റെ കണ്ണുനീരിനെയെല്ലാം കർത്താവ് അകറ്റി ഇന്ന് രാത്രികാലം നിങ്ങളുടെ മധ്യത്തിൽ ജീവനുള്ള സാക്ഷിയായി നിർത്തിയിരിക്കുന്നു. मेरे जीवन में प्रभु ने किए हुए भलाई को संक्षिप्त में आपके बीच में मैं बांटना चाहता हूँ. ഇന്ന് രാത്രികാലം എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ ചുരുക്കമായി ഞാൻ ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. प्रभु का नाम की महिमा हो. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. हमारा माँ बाप लोग श्रीलंका देश में वो लोग जन्म पाए हुए परिवार के थे. എന്റെ മാതാവും പിതാവും ശ്രീലങ്ക ദേശത്ത് രാജ്യത്ത് വെച്ച് ജനിച്ച് അവിടെ വളർത്തപ്പെട്ടവരായിരുന്നു. आमीन. उनका विवाह के समय के बाद 1970 और 75 के बीच में उस देश के युद्ध के समय थे, इसलिए उनका विवाह के उस नया दिनों में अपना जान बचने के लिए वो लोग जहाज में भारत देश में पहुंच गए थे. അവരുടെ വിവാഹത്തിന്റെ നാളുകളിൽ 1970-75 ആ സമയത്തായിരുന്നു ശ്രീലങ്കയിൽ യുദ്ധ കാലഘട്ടമായിരുന്നു. എന്നാൽ ആ നാളുകളിൽ അവരുടെ ജീവൻ രക്ഷിക്കേണ്ടതിനായി അവർ ഒരു കപ്പലിൽ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. तो जीवन को बचाना चाहिए, इस बात को मन में रखते हुए, हर बात को छोड़ते हुए वो लोग इस देश में आकर कैसे भी तो अपना जीवन में आगे बढ़ने लगे. ഈ ദേശത്ത് കടന്നു വന്ന് എങ്ങനെങ്കിലും ജീവൻ രക്ഷിക്കണമെന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടുകൂടി അവർ യാത്ര തിരിക്കുകയും ഈ ഇന്ത്യ ദേശത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. प्रभु का नाम की स्तुति हो. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. हमारा घर में हम 4 बच्चे लोग थे. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ 4 മക്കളായിരുന്നു. मैं तीसरा बेटा हूँ. ഞാൻ അതിൽ മൂന്നാമത്തെ പുത്രനായിരുന്നു. माँ बाप का पढ़ाई, उनका सर्टिफिकेट, उनका जो कुछ उसका क्वालिफिकेशन था, किसी भी बात को अपना हाथ में नहीं लेने के कारण इस देश में आकर जीवन बिताना उनको उन दिनों में बहुत मुश्किल रहे थे. അന്നത്തെ മാതാപിതാക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ ലോകപ്രകാരമുള്ള യോഗ്യതകളൊന്നും കൊണ്ട് ശരിയായി കയ്യിൽ വരുമാനമൊന്നും വരുവാൻ ഇടയാകുമായിരുന്നില്ല. അതുകൊണ്ട് പല വിധത്തിൽ അപ്രകാരം ജീവിക്കുവാൻ അവർ പരിശ്രമിച്ചു. मैं इतना पढ़ाई किया हूँ ऐसा किसी को बताने के लिए भी नहीं होगा, इसलिए इस देश में पहुंचने के बाद मेरे बाप ने पहले मछुआर के बीच में जाकर मछली पकड़ने के लिए शुरू किया. എനിക്ക് അധികമൊന്നും വിദ്യാഭ്യാസമൊന്നും നേടുവാൻ കഴിഞ്ഞില്ല. മാതാപിതാക്കളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എന്റെ പിതാവ് അന്ന് മത്സ്യബന്ധനത്തിന് കടന്നുപോയി മീൻ പിടിക്കുവാൻ തുടങ്ങി. प्रभु का नाम की स्तुति हो.
കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. कैसे भी तो बच्चों को पालना चाहिए, ऐसा इस बात को मन में रखते हुए बहुत सारे विषय की रीति से वो लोग परिश्रम किए थे. എങ്കിലും കുഞ്ഞുങ്ങളുടെ ഭാവി കാലത്തെ ഓർത്ത് അവരെ ഏത് വിധേനയും നല്ല വിധത്തിൽ വളർത്തിയെടുക്കണമെന്ന് ചിന്തിച്ച് മാതാപിതാക്കൾ കഠിനമായി പല ജോലികളിൽ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. पिता का परिवार के बैकग्राउंड देखने से वो लोग नामदारी मसीह का कलीसिया के लोग हैं. माँ के परिवार के बारे में देखने से वो हमारा संतों के संगति में पालन पोषण हुआ एक बेटी होकर रही थी. എന്റെ പിതാവിന്റെ പാരമ്പര്യം, കുടുംബത്തിന്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഒരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിലായിരുന്നു. എന്നാൽ എന്റെ മാതാവ് ഇതേ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ ആയിരുന്നു അവരുടെ കുടുംബം. छोटा सा एक झोपड़े थे, एक घर थे. वहां पर घर में खाने के लिए भोजन नहीं तो भी, पीने के लिए पानी नहीं तो भी, पहनने के लिए उतना योग्य वस्त्र नहीं तो भी मेरे माँ बच्चों को हर दिन घर में रात को बिठाकर अच्छी तरह गीत गाकर परिवार का प्रार्थना करती थी. ഞങ്ങളുടെ ഭവനം ഒരു കുടിൽ പോലെയായിരുന്നു. അവിടെ ഭക്ഷിപ്പാൻ വേണ്ടത്ര ആഹാരമില്ലായിരുന്നുവെങ്കിലും, കുടിക്കുവാൻ നല്ല വെള്ളമില്ലായിരുന്നുവെങ്കിലും, ധരിക്കുവാൻ നല്ല വസ്ത്രമില്ലായിരുന്നുവെങ്കിലും എന്റെ മാതാവ് കുഞ്ഞുങ്ങളായ ഞങ്ങളെ എല്ലാവരെയും എല്ലാ ദിവസവും രാത്രി വിളിച്ചു വരുത്തി നല്ല പാട്ടുകൾ പാടി ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. प्रभु का नाम की स्तुति हो. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. भूख के पेट से रहा हुआ मेरे जीवन, मेरा पेट और मेरा भाई बहनों का पेट कितने दिनों में मेरा माँ के गीत के द्वारा हमारा पेट भर गए थे, वैसे हम सो गए थे. കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വയറ് വിശപ്പ് കൊണ്ട് തളർന്നു പോയെങ്കിലും ആ വിശപ്പിനെ അകറ്റുവാൻ ഒന്നും തന്നെ അക്ഷരികമായി ഉണ്ടായിരുന്നില്ല എങ്കിലും പല രാത്രികളിൽ ഞങ്ങളുടെ മാതാവിന്റെ പാട്ട്, ആ ഗീതം ഞങ്ങളുടെ വിശപ്പിനെ അകറ്റുന്നതായിരുന്നു. प्रभु का नाम की स्तुति हो. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. लेकिन इस बात हमारा पिताजी के लिए बिल्कुल पसंद नहीं थे. എന്നാൽ ഈ വിഷയം എന്റെ പിതാവിന് അല്പം പോലും ഇഷ്ടമായിരുന്നില്ല. माँ ने संतों के संगति में, सच्चाई में, विश्वास में परिवार को चलाने के लिए आग्रह की थी. എന്നാൽ മാതാവ് ഇതേ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ കുഞ്ഞുങ്ങളെല്ലാം വളർത്തിക്കൊണ്ടുവരുവാൻ അതിയായി വാഞ്ചിച്ചു. लेकिन बाप को इस बात बिल्कुल पसंद नहीं था, क्योंकि इस पवित्र संत लोग सच्चाई उपदेश के द्वारा हमें बहुत वो लोग चेतावनी देंगे, हमें सुधारेंगे. इस बात मेरे बाप को पसंद ना होने के कारण वो उतना कलीसिया में नहीं आते थे. എന്നാൽ പിതാവിന് ഈ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയും അവിടെ നൽകപ്പെടുന്ന ശ്രേഷ്ഠമായ ഉപദേശങ്ങളും ഒന്നും അത്ര കണ്ട് താല്പര്യമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഈ കൂട്ടായ്മയിൽ വരുവാൻ കഴിയുമായിരുന്നില്ല. प्रभु का नाम की स्तुति हो. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. संक्षिप्त में कहना चाहिए तो इस पेंतेकोस्ते कलीसिया में बहुत करेक्शन करते हैं, हमको सुधारते रहते हैं, हमें डांटते रहते हैं. वचन लेके हमें ये लोग करेक्ट करना नहीं चाहिए. इस बात मेरे बाप को पसंद ना होने के कारण सच्चाई से वो दूर जाने लगे. ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭയിൽ അനേക വിധത്തിൽ തിരുത്തലുകളും ശാസനകളും ശിക്ഷകളുമെല്ലാം വചനപ്രകാരം ഉപദേശപ്രകാരം അവർ നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്റെ പിതാവിന് അല്പം പോലും താല്പര്യമില്ലായിരുന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ വിദൂരമായി പോയിക്കൊണ്ടിരുന്നു. प्रभु का नाम की स्तुति हो. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. मेरे जन्म का 6वां महीना में इस बच्चे मर जाएगी ऐसा वैद्य लोग कहने के समय पर मेरे माँ परमेश्वर के साथ एक मन्नत मानी थी, इस बच्चे को जीवन दे सकते तो प्रभु तेरी इच्छा के अनुसार मैं इसको दूंगा. എന്റെ ജനനത്തിന് ശേഷം 6 മാസമായപ്പോഴേക്കും ഞാനൊരു മരണാസന്നമായ രോഗത്തിന്റെ അവസ്ഥയിൽ എത്തിയപ്പോൾ എന്റെ മാതാവ് ദൈവത്തോട് പ്രകാരം ഒരു തീരുമാനം എടുത്തു. കർത്താവേ, എന്റെ ഈ പൈതലിന് ജീവൻ നൽകിയാൽ നിന്റെ ഇഷ്ടത്തിനായി അവനെ സമർപ്പിച്ചു കൊള്ളാം. प्रभु का नाम की स्तुति हो. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. यीशु मसीह का पवित्र आंसू का सामर्थ्य थे. हमारा परिवार इस संतों का संगति में, सच्चाई में, विश्वास में आके स्थिर होने लगे. കർത്താവായ യേശുവിന്റെ അവിശുദ്ധമായ കണ്ണുനീരിന്റെ ഫലമായി ഇന്ന് ഞങ്ങളുടെ കുടുംബം മുഴുവനും ഈ സത്യവിശ്വാസ കൂട്ടായ്മയിൽ ആയിരിക്കാൻ ദൈവം സഹായിക്കുന്നു. बचपन से लेकर पवित्र शास्त्र को मैं हाथ में लेने से भी, संडे स्कूल का सारे शिक्षकों में सीखने से भी मेरा मन यीशु के साथ नहीं रहा था. ഞാൻ എന്റെ ചെറുപ്പകാലം മുതൽ തന്നെ സൺഡേ സ്കൂളിന്റെ പാഠങ്ങളൊക്കെ പഠിച്ചു വളർന്നെങ്കിലും വേദപുസ്തകത്തിലെ അനേക വചനങ്ങൾ എനിക്കറിയാമായിരുന്നുവെങ്കിലും ഞാൻ കർത്താവിൽ നിന്ന് വിദൂരമായിരുന്നു. यीशु के द्वारा मुझे आशीष चाहिए, यीशु के द्वारा संकट के समय से छुटकारा चाहिए, यीशु के द्वारा रोग बीमारी से चंगाई चाहिए, लेकिन यीशु के समान पवित्र जीवन मेरे लिए बिल्कुल आग्रह नहीं था. യേശുവിനിൽ നിന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ വേണം, കഷ്ടസമയത്ത് എനിക്ക് വിടുതൽ വേണം, രോഗസമയത്ത് എനിക്ക് സൗഖ്യം വേണം, ഈ ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങളെല്ലാം വേണം. പക്ഷേ യേശുവിനെ പോലെ വിശുദ്ധമായി ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എന്നിലുണ്ടായിരുന്നില്ല. परिवार में मेरे पिताजी को मैं बहुत अधिक प्रेम करता था. എന്റെ വീട്ടിൽ ഞാൻ എന്റെ പിതാവിനെ അധികമായി സ്നേഹിച്ചിരുന്നു. प्रभु का नाम की स्तुति हो. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. मेरा 19वां उम्र में एक दिन अचानक
मेरा पिताजी को परमेश्वर इस धरती से विदा करने को अनुमति दिया। ഈ എന്റെ 19ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് എന്റെ പിതാവ് മാറ്റപ്പെടുവാനിടയായി. उसका शरीर हमारे घर के बीच में रखा हुआ था, उसका शरीर हिल रहे नहीं थे, आंख बंद थे। उस दशा को मेरे द्वारा सहने को नहीं हुआ था। मैंने कहा मैं भी मेरे बाप के साथ ये धरती छोड़कर जाना चाहिए। തന്റെ ഭൗതിക ശരീരം ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ അതെനിക്ക് താങ്ങുവാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഞാനും എന്റെ പിതാവിനോടുകൂടി ഭൂമി വിട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നു. अनेक समय पर अकेला जाकर मैं आंसू बहाता था। പല സമയങ്ങളിലും ഞാൻ തനിയെ ചെന്ന് കണ്ണുനീർ വാർക്കുമായിരുന്നു. ये संसार मेरे लिए बहुत कड़वा लगी थी। ഈ ലോകം എനിക്ക് വളരെ കയ്പായി ഭവിച്ചു. प्रभु का नाम की स्तुति हो। കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. उन दिनों में संतों के द्वारा एक जवानों के मीटिंग थे यूथ कैंप में। मेरे आग्रह के बिना कलीसिया के सेवक लोग मुझे लेके गए। ആ ദിനങ്ങളിൽ നമ്മുടെ ഈ സഭയിൽ നിന്നൊരു യുവജന ക്യാമ്പിനായി കടന്നു പോവാൻ അതെന്റെ അനുമതിയില്ലാതെ തന്നെ വിശുദ്ധന്മാർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി. प्रभु का नाम की स्तुति हो। मेरा आग्रह के बिना मुझे वो लोग लेके गए थे। എനിക്ക് ആഗ്രഹമില്ലാതെ തന്നെ അതിനുവേണ്ടി എന്നെ അവർ കൊണ്ടുപോയി. क्योंकि मैं बचपन से लेकर जानता हूँ जो कोई ये यूथ कैंप में जाते हैं जाने के समय पर अच्छी तरह जानते हैं, लेकिन वापस आने के समय पर बहुत बड़े परिवर्तन के साथ आते हैं। इस बात मेरे लिए बिल्कुल पसंद नहीं था। എന്തുകൊണ്ടെന്നാൽ ക്യാമ്പിൽ ഞാൻ പലപ്പോഴും ഇപ്രകാരം ചിന്തിച്ചിരുന്നു, കടന്നു പോകുമ്പോൾ പ്രത്യേക രീതിയിലൊക്കെ കടന്നു പോകുന്നു, എന്നാൽ തിരിച്ചു വരുമ്പോൾ വലിയ രൂപാന്തരത്തോടെ ആകുന്നുവല്ലോ മടങ്ങി വരുന്നത്. इसलिए कितने समय पर मैं उससे मैं संतों को धोखा देके बच निकलता था। അതുകൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കാഞ്ഞതുകൊണ്ട് പല സമയത്തും വിശുദ്ധന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്നെ തന്നെ ഞാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. जीवन में पहले बार संत लोग मुझे लेके गया, वहां पर यीशु का आंसू मुझे छूने लगे। അങ്ങനെ ആ വർഷം വിശുദ്ധന്മാരുടെ പ്രവർത്തനത്താൽ എനിക്ക് യുവജന ക്യാമ്പിന് കടന്നു പോവാനും ആ വർഷം തന്നെ കർത്താവായ യേശുവിന്റെ കണ്ണുനീർ എന്നെ സ്പർശിക്കുവാൻ തുടങ്ങി. കാൽവരി का प्रेम मुझे छूने लगी। കാൽവരിയുടെ സ്നേഹം എന്നെ സ്പർശിക്കുവാൻ തുടങ്ങി. उस दिन तक मैं संसार को बहुत अधिक प्रेम करता था। ആ ദിവസം വരെ ഞാൻ ലോകത്തെ അധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നടന്നു. अनेक प्रकार का मित्र मेरे लिए थे। പല വിധത്തിലുള്ള സ്നേഹിതന്മാർ കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു. मेरे मन में कई प्रकार का आग्रह थे, हम भविष्य में ऐसा बदलना चाहिए, ऐसा कई बात को सोच के भी रखा था। ഭാവി ജീവിതത്തിൽ ഞാൻ ഇന്ന പ്രകാരം ആകണം എന്നെല്ലാം ഞാൻ പല വിധത്തിൽ എന്നെ പറ്റി ചിന്തിച്ച് ആലോചിച്ച് വെച്ചുകൊണ്ടിരുന്നു. प्रभु का नाम की स्तुति हो। കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. इस बात को उस दिन वहां पर प्रभु एक फुल स्टॉप रख दिया। എന്നാൽ ഈ സകല കാര്യത്തിനും എന്റെ സർവശക്തനായ ദൈവം അന്നൊരു അവസാനം കുറിക്കുവാനിടയായി. जगत की उत्पत्ति से पहले मुझे चुना हुआ प्रभु उसकी अनमोल प्रेम के द्वारा मुझे छूने लगी और उस दिन मेरे जीवन को बदल दिया। ലോക സ്ഥാപനത്തിനു മുമ്പേ എന്നെ കണ്ടവനായ എന്റെ ദൈവം തന്റെ അതുല്യ സ്നേഹം എന്നെ അന്നു മുതൽ സ്പർശിച്ച് രൂപാന്തരപ്പെടുത്തുവാൻ തുടങ്ങി. आज भी यहाँ पर यूथ कैंप का यूथ मीटिंग दोपहर को चल रहे थे, तभी प्रभु मेरे साथ ये बात किया। ഇന്നും മധ്യാഹ്ന സമയത്ത് ഇവിടെ യൗവനക്കാരുടെ കൂട്ടം നടന്നുകൊണ്ടിരുന്നപ്പോഴും ദൈവം എന്നോട് പ്രകാരം സംസാരിച്ചു. उस दिन यूथ कैंप में मैं अनुभव नहीं किया, मैं बहुत रोया था। അന്ന് ഈ യുവജന ക്യാമ്പ് എനിക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. मेरा आग्रह यही थे, जवान लोग मीटिंग में शामिल होकर गीत गाकर खुशी मना के वचन सुन के ऐसा ही नहीं जाना चाहिए। प्रभु रोने वाला जवानों को खड़ा करो। കർത്താവേ, യൗവനക്കാർ യുവജന കൂട്ടത്തിന് കടന്നുപോയി പാട്ടുപാടി സന്തോഷിച്ചുകൊണ്ട് മാത്രം മടങ്ങി വരുവാൻ പാടില്ല. കർത്താവേ, കണ്ണുനീരിന്റെ ആത്മാവിനെ അവർക്ക് നൽകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. आंसू बहाकर परिवर्तन होने वाला जीवन आज भी हमारा भाई बहनों को दे, ऐसा मेरा हृदय में आग्रह आई थी। എന്റെ ഹൃദയത്തിലെ വാഞ്ച ഇപ്രകാരമായിരുന്നു, കർത്താവേ, കണ്ണുനീർ കൊണ്ട് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവം നമ്മുടെ എല്ലാ യൗവനക്കാർക്കും ഇന്നും നൽകണമേ എന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ടിരുന്നു. आमीन। मेरा 19वां उम्र में प्रभु मेरे अंदर प्रभु के लिए जीने वाला, इस दुनिया को द्वेष करने वाला एक आग्रह को मेरे हृदय में उंडेल दिया। അങ്ങനെ എന്റെ 19ാമത്തെ വയസ്സിൽ ഈ ലോകത്തെ വെറുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന ഒരു സവിശേഷമായ വാഞ്ച ദൈവം എന്റെ ഉള്ളിൽ നൽകി. प्रभु का नाम की स्तुति हो। കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. लेकिन जिस संसार को मैं छोड़ा, उस संसार मेरे पीछे आने लगे। എന്നാൽ ഏത് ലോകത്തെ ഞാൻ വെറുക്കുവാൻ ആഗ്രഹിച്ചുവോ, വെറുത്തു വിട്ടുവോ, ആ ലോകം എന്റെ പിന്നാലെ വരുവാൻ തുടങ്ങി. प्रभु का नाम की स्तुति हो। കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. मैं धीरे धीरे
प्रभु के प्रेम से अलग होने लगा, ഞാൻ അല്പാൽപമായി കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വിദൂരമായി പോയി. लेकिन प्रभु मुझे नहीं छोड़ा. എങ്കിലും കർത്താവ് എന്നെ വിട്ടുകളഞ്ഞില്ല. आमीन. मेरा 19वां उम्र में मेरे जीवन में कभी ना भूलने वाला एक घटना हुई थी. എന്റെ 19ാമത്തെ വയസ്സിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു സംഭവം ഉണ്ടാകുവാനിടയായി. हमारा विश्वास भवन में काम एक कंस्ट्रक्शन काम चल रहे थे. ഞങ്ങളുടെ വിശ്വാസ ഭവനത്തിൽ ഒരു കെട്ടിടപ്പണി നടക്കുകയായിരുന്നു. तभी फर्स्ट फ्लोर में मैं चल के जाने के समय पर कोई तो पीछे से धक्का देने के जैसे लगा. पीछे देखने से कोई नहीं, मैं फर्स्ट फ्लोर से नीचे गिर गया. ഞാൻ ആ കെട്ടിടത്തിന്റെ 1ാം നിലയിലേക്ക് കടന്നുപോയപ്പോൾ പുറകിൽ നിന്ന് ആരോ തള്ളുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ആ തള്ളൽ നിമിത്തം ഞാൻ 1ാം നിലയിൽ നിന്ന് താഴേക്ക് വീഴുവാനിടയായി. आमीन. लेटा हुआ स्थिति में आके ऐसे ही गिरा. मेरा रीढ़ की हड्डियां, स्पाइनल कॉर्ड बहुत जोर से आके जमीन में और ठकरने लगी. ഞാൻ നേരെ വന്നാകുന്നു വീണത്. അതായത് എന്റെ നട്ടെല്ല് പൂർണ്ണമായി തകർന്ന് എല്ലുകളെല്ലാം ഒടിയുവാനിടയായി. लेकिन मैं किसी को नहीं कहा. എന്നാൽ ഇത് ഞാൻ ആരോടും പറഞ്ഞില്ല. 2 दिन मेरे द्वारा कुछ कर नहीं पाया. 2 ദിവസം എനിക്ക് അല്പം പോലും ചലിക്കുവാൻ കഴിഞ്ഞില്ല. फिर भी मैं प्रभु के भवन के सारे काम को तनमन से करते रहा. എങ്കിലും എന്റെ ഇഷ്ടപ്രകാരം ആഗ്രഹത്തോടെ കർത്താവിന്റെ ഭവനത്തിലെ ചില ജോലികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. घर में बाप नहीं, भाई लोग, मेरा माँ मेरे कारण बहुत चिंतित होकर इस बात को समझने के बाद मुझे पकड़ के बांध कर वो लोग हॉस्पिटल में लेके गए. ഈ വിഷയം അറിഞ്ഞതിന് ശേഷം എന്റെ മാതാവും സഹോദരന്മാരും എന്നെ കെട്ടി ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനിടയായി. क्योंकि वो लोग समझ गए इसको कुछ तो घटना हुआ है. എന്തുകൊണ്ടെന്നാൽ അവർക്ക് മനസ്സിലായി ഇവന് എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. स्कैनिंग करने के बाद उस डॉक्टर ने बहुत दूर से मेरा परिवार को समझा रहा था, ये जवान आगे नहीं चलेगा. സ്കാനിംഗ് ചെയ്തതിനു ശേഷം ഡോക്ടർമാർ എന്റെ മാതാപിതാക്കളെ ദൂരെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രകാരം പറഞ്ഞു, ഈ യൗവനക്കാരൻ ഇനിയും അധികം നാൾ മുമ്പോട്ട് ജീവിക്കുകയില്ല. തനിക്ക് നേരെ നിവർന്നു നിൽക്കാനുള്ള ശേഷി തനിക്ക് ഇനി ചലിക്കുവാൻ കഴിയുകയില്ല, അല്പം പോലും ജോലി ചെയ്യുവാനുള്ള ബലം ഉണ്ടാകുകയില്ല. തന്റെ നട്ടെല്ല് പൂർണ്ണമായി അതിന്റെ സ്ഥാനം വ്യതിചലിക്കുവാനും തകരുവാനും ഇടയായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് മാറ്റണ്ട. ആമേൻ. ഉസ്കോ മത് ബതായിയേ. തന്നോട് ഇത് ഇനിയും പറയണ്ട. പ്രഭു കാ നാം കി സ്തുതി ഹോ. കർത്താവിന്റെ നാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഇസ് ബാത് കോ മേ മേരാ കാൻ മേ സുൻ രഹാ താ. എങ്കിലും ഈ വാക്കുകൾ ഞാൻ എന്റെ കാതിൽ കേട്ടുകൊണ്ടിരുന്നു. ഉസ് ദിൻ മേരെ ഘർ മേ ലേ ആകെ മേ സോനെ കെ സമയ പർ मैं प्रभु को देखकर बातें करने लगे. അന്ന് രാത്രികാലം ഞാൻ എന്റെ ഭവനത്തിൽ വന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ എന്റെ കർത്താവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. प्रभु इस जवानीपन का शरीर का भल तेरे लिए दूंगा. കർത്താവേ, ഈ യൗവനകാലത്തെ ശരീരത്തിന്റെ ബലം ഞാൻ നിനക്ക് നൽകിക്കൊള്ളാം. मां की घर में मैं जन्म होने के पहले मेरा हड्डियां उत्पन्न होने के पहले तेरी आंख मुझे देखी है. എന്റെ മാതാവിന്റെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്റെ അസ്ഥികൾ നിന്റെ കണ്ണ് കണ്ടുവല്ലോ. मेरे आंख से बहुत आंसू नहीं आया, एक बूंद आंसू निकली थी. എന്റെ കണ്ണിൽ നിന്ന് അനേക കണ്ണുനീരൊന്നും വന്നില്ല, ഒരു തുള്ളി കണ്ണുനീർ വീഴുവാനിടയായി. उसी रात में घर से बाहर निकल गया. ആ രാത്രി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു വരുവാനിടയായി. सीधे विश्वास भवन में चले गए. ഞാൻ നേരെ വിശ്വാസ ഭവനത്തിലേക്ക് എത്തി. प्रभु के घर के काम में आगे बढ़ने लगा. വീണ്ടും കർത്താവിന്റെ വീട്ടിലെ ജോലികളിൽ ഞാൻ വ്യാപൃതനാകുവാൻ തുടങ്ങി. उस दिन से लेकर आज तक रीढ़ की हड्डी को अपने खालवरी का भल के द्वारा भल देकर आपके बीच में भी मेरा प्रभु खड़ा किया है. ആ ദിവസം മുതൽ ഈ ദിവസം വരെയും കാൽവരി ക്രൂശിന്റെ ശക്തിയാൽ എന്റെ ഓരോ അസ്ഥികളെയും അവൻ ബലപ്പെടുത്തി നിർത്തിയിരിക്കുന്നു. इस आवाज सुनने वाला नए होकर इस स्थान में आए हुए प्रिय लोग, आपके बीच में प्रभु मुझे खड़ा किया है. मैं प्रभु का भारी हूं. ഈ രാത്രികാലം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിരിക്കുന്നത് ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാകുന്നു. ഒരു ജീവനുള്ള സാക്ഷിയായി എന്നെ നിങ്ങളുടെ മുമ്പാകെ ദൈവം നിർത്തിയിരിക്കുകയാകുന്നു. ആമേൻ. മസി ഗെത്സമനെ में बहाया हुआ आंसू एक एक बूंद लहू कभी व्यर्थ नहीं होगी. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഗെത്സമനെ തോട്ടത്തിൽ വീഴ്ത്തിയതായ ഓരോ തുള്ളി കണ്ണുനീരും ഒന്നുപോലും വ്യർത്ഥമായി തീരുന്നില്ല. इस सच्चाई में स्थिर होने के लिए प्रभु हमें हमारा परिवार को बुलाया. ഈ സത്യത്തിൽ നിലനിൽക്കേണ്ടതിനായി എന്നെയും എന്റെ കുടുംബത്തെയും കർത്താവ് വിളിച്ചുകൊണ്ടുവന്നു. उस परिवार को भूलकर मसीह के परिवार के साथ जीने के लिए जिस दिन प्रभु लेकर आया, हमारा मसीह का परिवार के साथ प्रभु के घर में रहने के लिए आज तक प्रभु मुझे सहायता कर रहा है. എന്റെ സ്വന്തം ഭവനത്തെയും ഭവനത്തിലുള്ളവരെയും ആ കുടുംബത്തെയും മറന്നുകൊണ്ട് ക്രിസ്തുവിന്റെ വീട്ടിലുള്ളവരെയും ഈ കുടുംബത്തെയും സ്നേഹിക്കുവാനും ഇവരോടുകൂടി ആയിരിക്കാനും കർത്താവിനെ ഈ ദൈവത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. ഭജൻ സംഗീത
84 का 6वां 7वां वचन में जैसे लिखा, साम्स 84:6-7 में, आंसू का थराई के बीच में चल के बल के ऊपर बल पाके सियोन में पहुंचना, यही मेरे आग्रह है. സങ്കീർത്തനം 84:6-7 വാക്യങ്ങളിൽ കാണുന്നത് പോലെ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്, അതിൽ കടന്നു പോവാനായി എന്റെ വാഞ്ച. मेरे आवाज सुनने वाला प्रिय जवान लोग, എന്റെ ശബ്ദം ശ്രവിക്കുന്നതായ പ്രിയപ്പെട്ട യൗവനക്കാരെ, आप जैसे नफरत करते हैं, जैसे तुच्छ जानते हैं, सियोन का मार्ग उतना साधारण मार्ग नहीं है. നിങ്ങൾ തുച്ഛീകരിക്കുന്നതായ, നിങ്ങൾ വേണ്ട എന്ന് വെറുപ്പ് നിങ്ങൾ വെക്കുന്നതായ ഈ സിയോന്റെ മാർഗം അത് അങ്ങനെയല്ല. फसल का द्वार बंद होने के पहले आखिरी बार और एक बार प्रभु यीशु आपको बुला रहा है. आपके लिए दिया हुआ एक ही जिंदगी को, उस फसल का द्वार बंद होने के पहले उस सियोन के सड़क पर आप भी आके पहुंचने के लिए नम्र निवेदन करता हूं. കൃപയുടെ വാതിലുകൾ അടയുന്നതിനു മുമ്പായി സിയോന്റെ മാർഗത്തിൽ ചലിക്കേണ്ടതിനായി, നിങ്ങളുടെ പാദങ്ങൾ നിങ്ങൾ മുൻപോട്ട് വയ്ക്കേണ്ടതിനായി ഒരു പ്രാവശ്യം കൂടി ഇന്ന് രാത്രികാലം കർത്താവ് നിങ്ങൾക്ക് ആഹ്വാനം നൽകുകയാകുന്നു. ആമേൻ. एक एक बूंद आंसू को सामर्थ्य रहती है. ഓരോ തുള്ളി കണ്ണുനീരിനും വിലയുണ്ട്. आमीन. एक एक बूंद आंसू को एक श्रेष्ठ सामर्थ्य रहती है. ഓരോ തുള്ളി കണ്ണുനീരിനും ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമായ ഒരു ബലമുണ്ട്. आमीन. इस अनुग्रह को मैं भी संभालते हुए, उसका मर्जी करते हुए, उसके साथ मिलने के लिए सबका प्रार्थना मांगता हूं. ഈ കൃപ ഞാനും പ്രാപിച്ചുകൊണ്ട് ഏത് വിധേനയും എന്നെ വിളിച്ച കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങളുടെ എല്ലാം വിലയേറിയ പ്രാർത്ഥനയെ ഞാനും ചോദിച്ചുകൊള്ളുന്നു. प्रभु के नाम की महिमा. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. For the wonderful ways in which God led this brother and his family to know Jesus as their loving Lord who died on the cross of Calvary to give them eternal life and all they need even in this life. ഈ ജീവിതത്തിൽ തങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവற்றைയും നൽകുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയുടെ ദർശനം കർത്താവ് നൽകിയതിനായും ആ സഹോദരനെയും പ്രിയ കുടുംബത്തെയും ദൈവം നടത്തിയ അത്ഭുതകരമായ എല്ലാ നല്ല വഴികൾക്കുമായും இந்த ஜீவியத்திலே தேவையான ரட்சிப்பின் அனுபவத்தையும் தேவையான எல்லா காரியங்களையும் பெற்றுக்கொள்ளும்படியாக கர்த்தராகிய இயேசு கிறிஸ்துவின் மரணத்தை குறித்து இந்த குடும்பத்தார் அறிந்து கொள்ளும்படியாக அதன் மூலமாக முழு குடும்பமும் ரட்சிக்கப்படும்படியாக கர்த்தர் உதவி செய்தபடியினாலே, For the love of Calvary that touched him as a young person and drew him to Christ, and for the work of the cross that Jesus did on the cross for his healing, that did a miraculous healing in healing his all the bones that were broken. ഒരു വ്യക്തിത്വമായി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും കാൽവരി കുരിശിലെ രക്തത്താൽ അത്ഭുതകരമായ സൗഖ്യം തന്റെ തകർന്നുപോയ അസ്ഥികളൊക്കെയും കർത്താവ് സൗഖ്യമാക്കിയ അതിശയകരമായ വിടുതലിനായും இயேசுவை சொந்த இரட்சகராக ஏற்றுக்கொள்ளும்படியாகவும் கர்த்தராகிய இயேசு கிறிஸ்து கல்வாரி சிலுவையிலே சிந்தினதான ரத்தத்தின் மூலமாக அவருடைய சரீரத்தில் ஏற்பட்டதான அந்த எலும்பில் ஏற்பட்டதான எல்லா முறிவுகளுக்கும் சுகத்தை பெற்றுக்கொள்ளும்படியாகவும், and for helping him to understand that Jesus set him free so that he may be constrained by the love of Christ to live for Jesus and serve him, and for bringing him to serve God in this glorious ministry. God may continue to bless his servant and raise up also many young people to know Christ and his love and be constrained to love and serve him till the end. Shall we praise God? ദൈവ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവനായി തന്റെ പ്രിയഭൃത്യനെ തന്റെ പ്രിയദാസനെ കർത്താവ് പ്രിയ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്നതിനായി ഇതുനിമിത്തം അനേകം യൗവനക്കാർ ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുവാനും എല്ലാവരും അന്ത്യത്തോളം കർത്താവിൽ വിശ്വസ്തത നിലനിൽപ്പാൻ കർത്താവ് സഹായിക്കേണ്ടുന്നതിനുമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. தேவனுடைய அன்பினால் நெருக்கி ஏவப்பட்டு இந்த கனமான ஊழியத்திற்கு தன்னை ஒப்புக் கொடுக்கும்படியாகும் கர்த்தர் உதவி செய்தபடியினாலும் இன்னும் அநேக வாலிபர் தேவனமாக கர்த்தருடைய அன்பினால் நெருக்கி ஏவப்பட்டு கர்த்தருடைய ஊழியத்திற்கு தங்களை ஒப்புக் கொடுக்கும்படியாகும் முடிவு பரிந்த ஊழியத்தை செய்ய கர்த்தர் எல்லாருக்கும் உதவி செய்யும்படியாக நாம் கர்த்தரை ஸ்தோத்திரிப்போம். Hallelujah! Praise the Lord! Praise the Lord! Praise the Lord! Praise the Lord! Praise